ബയോലൂമിനസെൻസ്. ജോസഫെ, കുട്ടിക്ക് മലയാളം അറിയില്ലെന്ന് തോന്നുന്നു. കവര് കാണാൻ പോയി തേഞ്ഞ കഥ ഇവിടെ തുടങ്ങുന്നു ഗൈസ്. ഈ കവരെന്ന് പറയുന്ന സാധനം കേരളത്തിൽ കുമ്പളങ്ങിയിൽ മാത്രമായി ഉള്ളെന്നായിരുന്നു എന്റെ ഒരു വിശ്വാസം. അപ്പൊ താണ്ടെ ഒരു റീൽ പറയുന്നു വർക്കലയിൽ കവരുണ്ടെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ആളെയും കൂട്ടി ഞാൻ വർക്കലേക്ക് വച്ചു പിടിച്ചു. കാവടി തുള്ളി എന്റെ കെട്ടിയവനും മോളും ഞങ്ങളുടെ ഒരു ചങ്കും അവന്റെ പെങ്ങളും താണ്ടെ കൂടെ. കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും വർക്കലയും പഴയ വർക്കലയല്ല. കടലാണെങ്കിൽ ക്ലിഫിന്റെ നെഞ്ചത്ത് കയറി കിടക്കുന്നു. ഈ സംഭവത്തിന് സീസൺ ഉണ്ടോന്നോ വർക്കലയിൽ ഇത് എവിടെയാണെന്നോ ഒന്നും തിരക്കില്ല. പോകുന്ന വഴി ഫുള്ള് പണി പാടുന്നുണ്ടോ എന്ന് എനിക്കൊരു ഉൾവിളി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു എക്സ്പ്രഷൻ കൊണ്ടുപോലും ഞാൻ അവരെ ഒന്നും അറിയിച്ചില്ല. അവരെന്നെ കടലിൽ കെട്ടിത്താക്കുമെന്ന് പേടിച്ചിട്ടാണ് ഗൈസ്. കണ്ടവരോടെല്ലാം ചോദിച്ചു കവരുണ്ടോ കവരുണ്ടോ. ഒടുവിൽ ഒരു പയ്യെ പറഞ്ഞു നോ കവർ നോ പ്ലാസ്റ്റിക് എക്കോ ഫ്രണ്ട്ലി. അടിപൊളി ബാബുവ. ഫൈനലി ക്ലിഫിന്റെ അങ്ങേ അറ്റത്തെത്തി. ജ്യോതിയും വന്നില്ല തീയും വന്നില്ല. പക്ഷെ വിശപ്പിന്റെ വിളി മാത്രം വന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഫുഡിന്റെ പരിപാടി നോക്കി. തിന്നു കഴിഞ്ഞ് അവിടെ നിന്ന് പയ്യനോട് ചോദിച്ചു മോനെ കവരുണ്ടോ. കവര് ബ്ലാക്ക് ബീച്ചിലാണ് ചേച്ചി, കടൽ കയറി കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല, ഇപ്പൊ സീസണും അല്ല. ശരിക്കും അപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. സീസൺ അല്ലാത്തതുകൊണ്ടല്ലേ, ടൈമിംഗ് തെറ്റിയതുകൊണ്ടല്ലേ, സംഭവം ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് ഇനിയും വന്ന് കാണാമല്ലോ. അങ്ങനെ ഞങ്ങൾ തേഞ്ഞ ക്ഷീണമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു. എന്നാ ശരി, ബൈ ബൈ.